10,000 ഖത്തർ റിയാലാണ് ഫൈൻ വരാൻ പോകുന്നത്. സൂക്ഷിക്കുക. 30 ദിവസത്തിനുള്ളിൽ റെസിഡൻസ് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തവർക്ക് ഇനി മുതൽ 10,000 ഖത്തർ റിയാലായിരിക്കും ഫൈൻ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ ഓഫ് ഇൻറ്റീരിയർ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങളിൽ ഖത്തറിൽ വരികയാണെങ്കിൽ, ആരെങ്കിലും ഒരാൾ ഖത്തറിൽ വരികയാണെങ്കിൽ, പുതിയൊരു വിസയിൽ വരികയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ തൊഴിലാളികൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ തൊഴിലുടമകളും 30 ദിവസത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് തൊഴിലാളികൾക്ക് റെസിഡൻസ് പെർമിറ്റ് കിട്ടാവുന്ന രീതിയിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരിക്കണം. അല്ലാത്ത പക്ഷം 10,000 റിയാൽ ഫൈൻ അടക്കേണ്ടി വരും. നമ്മളിൽ പലരും കരുതിയിരുന്നത് പോലെ റെസിഡൻസ് പെർമിറ്റിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് ഇനി മുതൽ 3 മാസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ടായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാ നടപടിക്രമങ്ങളും 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ റെസിഡൻസ് പെർമിറ്റ് പുതുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും 30 ദിവസത്തിനുള്ളിൽ പുതുക്കലാണ് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും നല്ലത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ്, പുതിയ റെസിഡൻസ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യപ്പെടുന്ന കാര്യത്തിലാണെങ്കിൽ പോലും, ഇനി റെസിഡൻസ് പെർമിറ്റ് റിന്യൂ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു ഗ്രേസ് പീരീഡ്, അതായത് 30 ദിവസത്തിനുള്ളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണമെന്നാണ് മിനിസ്റ്റർ ഓഫ് ഇൻറ്റീരിയർ പ്രത്യേകം നിർദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു ഇൻഫോർമേഷൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.